പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ കയ്യിൽ ഒന്നുമില്ലാതെ വട്ടപൂജ്യമായിട്ട് നിൽക്കുന്ന 9 നാളുകാർ. ഇവർ ഇനി കോടീശ്വര യോഗത്താൽ സാമ്പത്തിക പുരോഗതി നേടുന്നതിനുള്ള എല്ലാ അവസരങ്ങളും വരും ദിവസങ്ങളിൽ ഇവർക്ക് ലഭിക്കും. ഒട്ടനവധി നല്ല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ ഇവരെ കാത്തിരിക്കുന്ന ഐശ്വര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയാം ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. വട്ടപൂജ്യത്തിൽ നിന്നും കോടീശ്വര യോഗത്താൽ സമ്പന്നരാകുന്ന ഭരണി നക്ഷത്ര ജാതകർ, അതിൻ്റെ സമയം വിദൂരമല്ല, അടുത്തെത്തിക്കഴിഞ്ഞു. ഇവർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ധനാഗമം അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ലഭിക്കും. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. വരുന്ന മാസത്തിൽ, അതായത് മാർച്ച് മാസത്തിൽ, ഒന്നിൽ കൂടുതൽ തവണ ലോട്ടറി ഭാഗ്യം ഇവരെ തുണയ്ക്കും. സാമ്പത്തിക പുരോഗതിക്കൊപ്പം ചിലവുകളും നിയന്ത്രണ വിധേയമായിരിക്കും. ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ വിജയത്തിൽ എത്തും. യാത്രകൾ കൂടുന്നത് മൂലം ശരീരക്ലേശങ്ങൾ കൂടാൻ സാധ്യതകൾ കൂടുതലാണ്. കോൺട്രാക്ട് ജോലികൾ ഉള്ളവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നീക്കങ്ങൾ ഉണ്ടാകും. ശത്രുക്കളുടെ ശക്തി കുറയുന്ന സമയമാണ്. സഹോദരങ്ങൾക്കും നല്ല ഐശ്വര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കും. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുത്താൻ സാധിക്കും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ നീങ്ങിത്തുടങ്ങും. നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ചില സമയത്ത് വാക്കുദോഷത്താൽ കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവാക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല കാലമാണ്. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഭരണി നക്ഷത്ര ജാതകർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലിയും കദളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സൽക്കർമ്മങ്ങൾക്ക് ഫലം കൂടുതലായിട്ട് ലഭിക്കും. വാക്കുദോഷം കൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഇവരിൽ നിന്ന് വിട്ടൊഴിയും. ഒടിവ്, ചതവ്, ഹൃദയബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവ മാറിത്തുടങ്ങും. ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിച്ചു കിട്ടും. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ്. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും. തൊഴിൽ ബന്ധിയായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിന് വായ്പാ സഹായം ലഭിക്കാൻ സാധ്യതകൾ ഉണ്ട്. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. ഈ നക്ഷത്ര ജാതകർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ ചിലവുകൾ കുറവായിരിക്കും. സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും.
പലവിധ ഐശ്വര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽ രംഗം പ്രതീക്ഷിക്കുന്നതിലും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോകും. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാലമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. അഗ്നി മൂലമുള്ള അപകടങ്ങൾ ഒഴിവാകാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. സ്ഥിരം ജോലിയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകില്ല. പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു വരും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. പിതൃജനങ്ങൾക്കുള്ള അരിഷ്ടതകൾ മാറിത്തുടങ്ങും. വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാനും ഒന്ന് നോക്കുക. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ ആപത്തുകൾ മൂലം വലഞ്ഞുകൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്ര ജാതകർ ഇതിൽ നിന്ന് ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇനി ഒന്നിനു പുറകെ ഒന്നായിട്ട് സന്തോഷ അനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയാതിരിക്കുക. ശാന്തശീലം പ്രകടമാക്കുക. കാരണം ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൂടുതൽ ഉള്ളൊരു സമയമാണ്. പൊതുവെ ഇനി അങ്ങോട്ട് സുഖ അനുഭവങ്ങൾ ഉണ്ടാകുകയും കർമ്മമണ്ഡലം മെച്ചപ്പെടുകയും ചെയ്യും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്താതിരിക്കുക. ഈ സമയത്ത് ചില കാര്യങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട്. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയം തന്നെയാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം ലഭിക്കും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും വരുന്നത് നല്ല കാലമാണ്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. പലവിധ ദുഃഖ അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി തുടങ്ങും. ബന്ധനാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധ ചികിത്സ ആവശ്യമായിട്ട് വരും. അപമാനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്നും മോചിതനാകും. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കണം. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായിട്ട് ശ്രമിക്കാം. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യ മന്ത്രപുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കിട്ടാനുള്ള വലിയ തുകയ്ക്കുള്ള കാലതാമസം നീങ്ങിത്തുടങ്ങും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും. പോലീസ് കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം. പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും. അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ കൂടി വേണ്ട സമയമാണ്. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഉദരവ്യാധികൾക്ക് കുറവ് കണ്ടു തുടങ്ങും. രോഗം മൂലം ചികിത്സയിൽ കഴിഞ്ഞവർക്ക് ആരോഗ്യം വീണ്ടു കിട്ടുകയും തൊഴിലിൽ പുനഃപ്രവേശനം നടത്താനും സാധിക്കും. ഓപ്പറേഷൻ വേണ്ടവർ വിദഗ്ധരുടെ ഉപദേശം തേടണം. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യതടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. എല്ലാറ്റിനോടും എപ്പോഴും ആത്മാർത്ഥമായിട്ട് പെരുമാറിക്കൊണ്ട് മുന്നോട്ടു പോകും. സുഖസൗകര്യങ്ങൾ ഉണ്ടാകും. ഗൃഹ ഉപകരണങ്ങൾ മാറ്റിവാങ്ങാൻ സാധിക്കും. സന്താനങ്ങളുമായിട്ട് അകന്നു കഴിയുന്നവർക്ക് അവരോടൊപ്പം ഒരുമിച്ച് താമസിക്കാൻ അവസരം ലഭിക്കും.
വ്യവഹാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിൽ പെരുമാറാനും സംസാരിക്കാനും ശ്രമിക്കണം. മനസ്സിൻ്റെ അസ്വസ്ഥത കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ ഒഴിവാകും. ഇവർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.